ഇന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2 ആണെന്ന് തോന്നുന്നു കേട്ടോ. മൊഡ്യൂൾ 2-ലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്ഥിത വൈദ്യുതി എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പം ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ക്ലാസ് ഞാൻ ഇടാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ HSA ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സ് ബേസ്ഡ് കുറേ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് തിയറി പാർട്ടൊക്കെ അറിയുമെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സാമിന് പോകുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കിട്ടുന്ന പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിലൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സുകൾ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കിട്ടുന്ന നോട്ട്സ് മൊത്തം എഴുതിയെടുത്ത് ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം അതൊന്ന് റിവൈസ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 മിനിറ്റ് സമയം കൊണ്ട് 30 കൂളോം ചാർജ് ഒരു സർക്യൂട്ടിലൂടെ പ്രവഹിക്കുമ്പോൾ പ്രവാഹ തീവ്രത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ 2 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നമുക്ക് എടുത്ത് എഴുതണം അല്ലേ. അപ്പോൾ ആദ്യം ടി തന്നിട്ടുണ്ട്. ടി എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 2 മിനിറ്റ് എന്നാണ് തന്നത്. പിന്നെ എന്താ തന്നത്? ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ചാർജ് എന്ന് പറയുമ്പോൾ ക്യൂ എത്രയാണ്? 13 കൂളോം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുന്നത്? പ്രവാഹ തീവ്രത അളക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രവാഹ തീവ്രതയുടെ ഇക്വേഷൻ എന്താണ്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇക്വേഷൻസൊക്കെ ഒരു പേജിൽ എഴുതി വെക്കണം കേട്ടോ. Q/T എന്നാണ് പ്രവാഹ തീവ്രത കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് പ്രോബ്ലം ചെയ്യുമ്പോഴും എല്ലാം തന്നിരിക്കുന്നത് SI യൂണിറ്റിലാണോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ 13 കൂളോം എന്ന് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത് SI യൂണിറ്റിൽ തന്നെയാണല്ലേ. കൂളോമാണ് ഇതിൻ്റെ ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ്. ഇനി 2 മിനിറ്റ് എന്ന് പറയുന്നത് ടൈമിൻ്റെ SI യൂണിറ്റ് ആണോ? മിനിറ്റ് അല്ല. അപ്പോൾ നമുക്ക് ടൈമിന് എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം. സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 2 മിനിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 60 സെക്കൻഡ് 2 × 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? ഇനി നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 13/120. അത് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. കൂളോം പെർ സെക്കൻഡ് കിട്ടി. പ്രവാഹ തീവ്രത 30/120 എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് ചെയ്യേണ്ട, കാരണം ഓപ്ഷനിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 20 വോൾട്ട് ബാറ്ററിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന 3 വാട്ട് ബൾബിൽ കൂടിയുള്ള വൈദ്യുതി പ്രവാഹം എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് വൈദ്യുതി പ്രവാഹത്തിൻ്റെ ഇക്വേഷൻസ് അറിയായിരിക്കും അല്ലേ, ഓർമ്മയുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊന്ന് എടുത്ത് എഴുതാം. 12 വാട്ട് തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ട് എത്ര തന്നത്? 12 വാട്ട്. ഇനി എന്താ പിന്നെ തന്നത്? പവർ തന്നിട്ടുണ്ട് അല്ലേ, 3 വാട്ട്. ഇതെന്താ? SI യൂണിറ്റ് തന്നെയല്ലേ. 3 വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ഇനി എന്താ കാണാൻ പറഞ്ഞത്? വൈദ്യുതി പ്രവാഹമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് I ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയുന്ന ഒരു ഇക്വേഷനാണ് P = VI. അപ്പോൾ ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? I കാണാൻ എന്ത് ചെയ്താൽ മതി? I = P/V ആണ്. അപ്പോൾ നമുക്കിത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. I നമുക്ക് എന്താണ്? P എന്ന് പറയുന്നത് ഇവിടെ എന്താ? 3 ആണ്. 3 വാട്ട് ബൈ V വോൾട്ടേജ് എത്രയാണ്? 12 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആൻസർ എത്ര? 3/12 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ആംപിയർ. ഇതൊരിക്കലും തിരിച്ചിട്ടിട്ട് ഈ ആൻസർ 4 എന്ന് എഴുതരുത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇത് സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു I = Q/T. ഇത് ഓർത്തിരിക്കണം ഈ ഇക്വേഷൻ. ഇത് I = Q/T. പിന്നെന്താണ്? P = VI. ഇതും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 15 ഓം വീതമുള്ള 3 പ്രതിരോധങ്ങൾ
സമാന്തരമായി ഘടിപ്പിച്ചു. സഫല പ്രതിരോധം എത്രയാണ്? ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എത്രയാണ്? അപ്പോൾ ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യം എന്താ തന്നത്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 15 ഓം. അതെന്താണ്? 3 പ്രതിരോധങ്ങൾ സമാന്തരമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ ഒന്ന് വരച്ച് നോക്കാം. എങ്ങനെയാണ് സമാന്തരമായിട്ട് ഘടിപ്പിച്ചാൽ? പാരലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു അല്ലേ, ഇങ്ങനെയല്ലേ ഇത് വരയ്ക്കുക. അപ്പോൾ ഇതെല്ലാം 15 ഓമാണ്. ഇനി പാരലായിട്ട് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/, സഫല പ്രതിരോധം കാണാൻ 1/R ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. അപ്പം നമുക്കിവിടെ ഈ ഇക്വേഷനിൽ എന്ത് 1/15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോബ്ലമായി മാറും അല്ലേ. ഇതൊക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ തന്ന സമാന്തരമായതിൽ 3 തുല്യ അളവുകളാണെങ്കിൽ 15 തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ അളവുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ, അതിനുള്ളൊരു ഇക്വേഷൻ R/N തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ അതും ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 15ഉം ഇവിടെ 14ഉം തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15/3. അപ്പോൾ എത്രയാണ്? 5 ഓം എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ 6 ഇവിടെ തന്നിരിക്കുന്ന 6ഉം അതുപോലെ റെസിസ്റ്റൻസുകളുടെ എണ്ണം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 5 ഓം എന്ന് കിട്ടും. പിന്നെ ഇവിടെ കണ്ടോ 1/5 എന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ റെസിസ്റ്റൻസ് ഇതിലിട്ട് കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/R ആയിരിക്കും അല്ലേ. അപ്പോൾ 1/R എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുക 1/5 എന്നാണ്. അപ്പോൾ എല്ലാവരും ആൻസർ ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ് വേഗം എടുത്ത് എഴുതും. ഇങ്ങനെയല്ല, 1/R എന്ന് പറയുമ്പോൾ അത് നേരെ റെസിപ്രോക്കൽ എടുത്താൽ 5 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഓപ്ഷൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഏതിലേക്ക് കുത്തരുത് കേട്ടോ. ഇനി അടുത്തത് 4 ഓം 6 ഓം 8 ഓം വീതം പ്രതിരോധമുള്ള 3 പ്രതിരോധങ്ങൾ സമാന ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ അവയുടെ സഫല പ്രതിരോധം എത്രയാണ്? ഇത് സിമ്പിളാണല്ലേ, കാരണം ഇത് സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? R1 പ്ലസ് R2 പ്ലസ് R3. അങ്ങനെയാണെങ്കിൽ എന്താണ്? 4 പ്ലസ് 6 പ്ലസ് 8 ഓം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഓം. അപ്പോൾ എല്ലാവർക്കും കിട്ടി അല്ലേ. ഇത് ഇക്വേഷൻ മറക്കരുത്. അതുപോലെ R/N പെട്ടെന്ന് കാണാനുള്ള ഇക്വേഷനാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2 കൂളോം ചാർജിനെ 2 ബിന്ദുക്കൾക്കിടയിൽ നീങ്ങുന്നതിന് 6 ജൂൾ പ്രവൃത്തി ചെയ്തു എങ്കിൽ ഈ 2 ബിന്ദുക്കൾക്കിടയിൽ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞത്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം 2 ബിന്ദുക്കൾക്കിടയിൽ 1 കൂളോം ചാർജ് മൂവ് ചെയ്യാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് കേട്ടോ. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിന്ദുക്കൾക്കിടയിൽ 1 കൂളോം ചാർജ് മൂവ് ചെയ്യാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്, വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു W ഈക്വൽ ടു Q/V എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു 1 കൂളോം ചാർജ് മൂവ് ചെയ്യാൻ എടുക്കുന്ന പ്രവൃത്തിയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചോദിച്ചത്? 2 കൂളോം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എടുക്കുന്നത് പ്രവൃത്തിയാണ്. ഇവിടെ 6 ജൂൾ തന്നിരിക്കുന്നത് അല്ലേ. 2 കൂളോം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എടുക്കുന്ന പ്രവൃത്തിയാണ് 6 ജൂൾ. അങ്ങനെയെങ്കിൽ നമുക്കിത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വർക്ക് തന്നിട്ടുണ്ട്, 6 ജൂളാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ കൊളുമ്പ് Q തന്നിട്ടുണ്ട്, 2 കൂളോം ആണെന്ന് തന്നിട്ടുണ്ട്. ഇതെല്ലാം SI യൂണിറ്റിൽ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? W/Q ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വോൾട്ട്. ഇതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ ചോദ്യം കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും തോന്നണ്ട, ഇക്വേഷൻസ് ഓർമ്മ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ 5 ക്വസ്റ്റ്യനിൽ തന്ന ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു?
I equal to Q by T, P equal to VI, 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. പിന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. പിന്നെ എന്താ ഞാൻ പറഞ്ഞത് ഇവിടെ VW ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. ഇത്രയാണ് 5 പ്രോബ്ലത്തിൻ്റെ ഫോർമുലകൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4 മൈക്രോ ഫാരഡും 100 വോൾട്ടതയുമുള്ള ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്താൽ പുറത്തേക്ക് വിടുന്ന ഊർജം എത്രയാണ്? ഡാഷാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൈക്രോ ഫാരഡ് ആണ്. മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കപ്പാസിറ്റർ അല്ലേ? കപ്പാസിറ്ററിൻ്റെ SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് ഫാരഡാണ് അല്ലേ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? 4 മൈക്രോ ഫാരഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൈക്രോനെ മാറ്റണമെങ്കിൽ എന്താണ്? ഇൻറ്റു 10⁴ ഇൻറ്റു 10⁻⁻6 ഫാരഡാണ് അല്ലേ? 10⁻⁻6 ആണ് മൈക്രോ ഫാരഡിനെ ഫാരഡിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ എന്താ തന്നത്? കപ്പാസിറ്റർ തന്നിട്ടുണ്ട് അല്ലേ? സി തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? അതുപോലെ തന്നെ 100 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ? വിയും തന്നിട്ടുണ്ട് 100 ആണ്. ഇനി നമുക്ക് ഊർജം, ഒരു കപ്പാസിറ്ററും ഇത് തന്നാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. E ദാറ്റ് ഈസ് ഈക്വൽ ടു ½ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഊർജം കാണാനുള്ളൊരു ഇക്വേഷനാണ്, കപ്പാസിറ്ററിൻ്റെ ഒരു ഇക്വേഷനാണ്. അത് ഓർത്തിരുന്നാൽ മതി. E ഈക്വൽ ടു ½ E ഈക്വൽ ടു ½ എന്ന് പറയില്ലേ? അല്ല, KE ഈക്വൽ ടു ½ എന്നാണ് പറയുക അല്ലേ? അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ഇക്വേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. ഇലക്ട്രിക് ഊർജം എന്ന് പറയുമ്പോൾ E ദാറ്റ് ഈസ് ഈക്വൽ ടു ½ അല്ല CV². ഇനി അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ½ ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു V² എന്ന് പറയുമ്പോൾ എന്താണ്? 100ൻ്റെ സ്ക്വയർ അല്ലേ? V² എന്ന് പറയുമ്പോൾ 100ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 10⁻⁴ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? 10⁻⁴ എന്ന് എഴുതാം. ഇതും കട്ട് ചെയ്ത് പോയി, 2 കിട്ടി. 2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 10⁻⁴. നമുക്കറിയുന്നൊരു ഇക്വേഷനാണ് x⁴a ഇൻറ്റു x⁴b എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു x⁴a പ്ലസ് b. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ കിട്ടുക? 10⁻⁻6 പ്ലസ് 4 എന്ന് കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 10⁻⁻2 ആവില്ലേ? അപ്പോൾ ഇവിടെ എന്താ? 2 ഇൻറ്റു 10⁻⁻2. ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ? 2/100 ആണല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 എന്ത്? ജൂള്. ആൻസർ കിട്ടി. അപ്പോൾ ഈ എന്താണ് നമ്മുടെ ഊർജ്ജം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? E ഈക്വൽ ടു ½ CV². കപ്പാസിറ്റർ തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. X അകലത്തിനനുസരിച്ചുള്ള വൈദ്യുതി വോൾട്ടത V ഈക്വൽ ടു 5x² പ്ലസ് 10x -9 ആണ് കേട്ടോ. -9 വോൾട്ട് ആയാൽ x ഈക്വൽ ടു 1 മീറ്റർ ആകുമ്പോൾ വൈദ്യുതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഞാൻ അതിൻ്റെ ഇത് കണ്ടോ? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്. ഒരു വൈദ്യുതി മണ്ഡലത്തിൽ ദൂരത്തിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്. ഒരു വൈദ്യുതി മണ്ഡലത്തിൻ്റെ ദൂരത്തിനനുസരിച്ച് പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്. അതാണ് dV/dr എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് V/m ആണ്. m ആണ്. അപ്പോൾ ഇതിൻ്റെ അകലം അപ്പോൾ ദൂരത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന, അപ്പോൾ dV/dr ആണ്. V/m ആണ്, മീറ്റർ ആണ് കേട്ടോ. വൈദ്യുതി മണ്ഡല തീവ്രത പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് തമ്മിലുള്ള ബന്ധം. വൈദ്യുതി മണ്ഡല തീവ്രതയും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും തമ്മിലുള്ള ബന്ധം E ഈക്വൽ ടു -dV/dr ആണ്. -dV/dr ആണ്. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നൊക്കെ പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്ന പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? E ദാറ്റ് ഈസ് ഈക്വൽ ടു V ഈക്വൽ ടു 5x² പ്ലസ് 10x -9. ഇതെന്താണ്?
ഇതിന് പൊസിഷൻ, അപ്പോൾ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വോൾട്ടേജ് മാറുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് എന്താണ്, വോൾട്ടേജ് മാറുന്നുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് നോക്കുന്നില്ല കേട്ടോ, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുന്നു. അപ്പോൾ നെഗറ്റീവ് സൈൻ, ഇതിൽ ശരിക്കും നെഗറ്റീവ് സൈനാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്താൽ മതി, ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആറിന് പകരം ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്താ കിട്ടി, വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലേ, വോൾട്ടേജ് ഇതാണെങ്കിൽ ഡി ബൈ ഡി എക്സ് 5x² പ്ലസ് 10x മൈനസ് 9 ആണ്. ഇനി എല്ലാവർക്കും ഡിഫറൻസിയേഷൻ കാണാൻ അറിയോ? ഇനി ഇത് അറിയാത്തവർക്കൊന്ന് പറഞ്ഞുതരാം. ഡി ബൈ ഡി എക്സ് എക്സ് റേസ് ടു എൻ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ. ഇത് എഴുതണമെങ്കിൽ എങ്ങനെയാണ്, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ എന്താ വരിക, ഡി ഓഫ് ഡി എക്സ് 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 5നെ അവിടെ തന്നെ നിർത്തി ഇൻറ്റു 2 അല്ലേ, 2 എക്സ് റേസ് ടു 2 മൈനസ് 1 പ്ലസ് 10 കോൺസ്റ്റൻറ്റ്. എക്സ് എന്തായി, എക്സ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 അല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 0 അല്ലേ, 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെ ചെയ്യുമ്പോൾ 10 വരും. 10 ഇൻറ്റു 1 മൈനസ് 9 കിട്ടി. ഇത് എങ്ങനെ എഴുതും, 10 എക്സ് സ്ക്വയർ പോയില്ല, 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 10, ഈ മൈനസ് 9 എന്താവും, കോൺസ്റ്റൻറ്റ്, അത് 0 ആയി പോയിട്ടോ, സോറി ഇവിടെ ഇതില്ല. മൈനസ് 9 എന്താണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 0 ആണ്. 9 to 0 ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 10x പ്ലസ് 10 എന്ന് കിട്ടി, ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, എക്സിൻ്റെ വില 1 മീറ്റർ ആണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 10 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, വി ബൈ എം ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എക്സ് അകലത്തിനനുസരിച്ചുള്ള വൈദ്യുതി വോൾട്ടത വി ഈക്വൽ ടു 5x² പ്ലസ്, അപ്പോൾ അതൊരു വോൾട്ടേജ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വോൾട്ടേജാണ് തന്നിരിക്കുന്നത്. ഒരു അങ്ങനെയുള്ളത് ഇതുകൊണ്ട് പൊസിഷൻ അനുസരിച്ച് വോൾട്ടേജ് മാറുന്നു. ആക്ച്വലി ഇവിടെ ഒരു -20/V/M വരേണ്ടതാണ്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാത്തത് കൊണ്ട് നമുക്ക് ആൻസർ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.